500 കോടിയോളം നിക്ഷേപ തട്ടിപ്പ് നടത്തി ജയിലിലായ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ എൻ.എം. രാജുവിന്റെ വീട് കൂറ്റൻ ബംഗ്ലാവ്. വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലാതെ തിരുവല്ലയിലെത്തി തേരാപ്പാര നടന്ന എൻ.എം. രാജു ആകട്ടെ ആയിരക്കണക്കിന് കോടികളിട്ട് അമ്മാനമാടിയത് എങ്ങനെ കോടികളുടെ റിസോർട്ടിനെ വെല്ലുന്ന ബംഗ്ലാവ് പണിതു. അതിന്റെ രഹസ്യങ്ങളുടെ കെട്ടഴിക്കുകയാണ് ഇപ്പോൾ തിരുവല്ലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രഘുനാഥ് മുത്തൂർ. 500 കോടിയുടെ പാവങ്ങളുടെ ജനങ്ങളുടെ നിക്ഷേപമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് തകർത്തത്. തിരുവല്ലയിൽ തേരാപ്പാര നടന്ന എം.എൻ. രാജുവിന് കൂറ്റൻ സ്വകാര്യ ബാങ്കിന്റെ അധിപനാക്കിയതിന് പിന്നിൽ കെ.എം. മാണിക്കും മാണി കോൺഗ്രസിനും പങ്കുണ്ട്. കെ.എം. മാണിയുടെ വൻ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടിയ ഇടമായിരുന്നുവെന്നും പറയുന്നു. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ എണ്ണിയാൽ തീരാത്ത പണം എൻ.എം. രാജുവിന്റെ ബാങ്കിലേക്ക് ഒഴുകിയെന്നത് പരമരഹസ്യമെന്ന് പാർട്ടിയിലെ അടക്കം പറച്ചിൽ. അന്തരിച്ച കെ.എം. മാണിയുടെ കൈക്കാരനായാണ് കൊടുമ്പറമ്പിൽ രാജു ആകാശം മുട്ടെ വളർന്നത്. എന്നാൽ മാണി പോയതോടെ രാജുവിന്റെ പതനവും തുടങ്ങി. നിക്ഷേപ തട്ടിപ്പിന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ തിരുവല്ലയിലെ കൊടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫിനാൻസിന്റെ ഉടമയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം നേതാവുമായ എൻ.എം. രാജു കെ.എം. മാണിയുടെയും ജോസ് കെ മാണിയുടെയും വിശ്വസ്തനായ പ്രജയായിരുന്നു. തിരുവല്ല എം.എൽ.എ. ആയിരുന്ന മാമൻ മത്തായിയാണ് എൻ.എം. രാജുവിനെ ഇവരുമായി അടുപ്പിച്ചത്. കെ.എം. മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് എൻ.എം. രാജു നെടുമ്പറമ്പിൽ ഫിനാൻസേഴ്സ് തുടങ്ങുന്നത്. മാണിയുമായി ഉണ്ടായിരുന്ന ബന്ധം ജോസ് കെ മാണിയുമായും തുടർന്നു. ജോസ് കെ മാണിയുടെയും ചില കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒരു എം.പിയുടെയും ഒക്കെ നിക്ഷേപം എൻ.എം. രാജുവിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞതോടെ ഇവർ നിക്ഷേപം പിൻവലിച്ചുവെന്നും സൂചനയുണ്ട്. പാർട്ടിയിൽ യാതൊരു പ്രവർത്തന പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത രാജുവിന് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ തേടിയെത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആദ്യം പാർട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, പിന്നീട് പാർട്ടി സംസ്ഥാന ട്രഷറർ. തിരുവല്ല എം.എൽ.എ. ആയിരുന്ന അന്തരിച്ച മാമൻ മത്തായിയുടെ സന്തത സഹചാരിയായി കൂടെ നടന്നു എന്നത് മാത്രമാണ് എൻ.എം. രാജുവിന്റെ പാർട്ടി ബന്ധം. പാർട്ടിയിൽ രാജുവിനെതിരെ ശക്തമായ എതിർപ്പാണ് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ചും യുവനിരയിലുള്ളവർക്ക്. ഇത് കാരണം തന്നെ രാജുവിനെ പാർട്ടി പരിപാടികളിലൊന്നും തന്നെ പങ്കെടുപ്പിച്ചിരുന്നുമില്ല. നിലവിലെ പാർട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചെറിയൻ പോളച്ചിറക്കൽ മാത്രമാണ് എൻ.എം. രാജുവിന് അടുപ്പമുണ്ടായിരുന്ന പാർട്ടി നേതാവ്. അതുകൊണ്ടാകാം അറസ്റ്റ് ചെയ്ത ദിവസം എൻ.എം. രാജുവിനെ കാണാൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ചെറിയാൻ പോളച്ചിറക്കൽ എത്തിയതും. 6 മാസം മുൻപാണ് രാജു പാർട്ടി ട്രഷറർ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് പാർട്ടി ലീഡർ ജോസ് കെ മാണിക്ക് നൽകിയതെന്നാണ് പറയുന്നത്. ജോമോൻ ഇത്രയും കാലം അത് പോക്കറ്റിൽ കൊണ്ടു നടക്കുകയായിരുന്നു. സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തില്ല എന്ന് തന്നെയാണ് രാജുവിന്റെ അവകാശവാദം. എൻ.എം. രാജു രാജിക്കത്ത് ജോസ് കെ മാണിക്ക് നൽകിയ വിവരം പാർട്ടിയിൽ മറ്റാരും അറിഞ്ഞിരുന്നില്ല. ജോസ് മാണിയോട് ചോദിക്കാൻ നേതൃനിരയിലുള്ളവർക്കും അണികൾക്കും ഭയമായിരുന്നു. എന്തായാലും എൻ.എം. രാജു പാർട്ടി ട്രഷറർ സ്ഥാനം രാജിവെച്ചത് സംബന്ധിച്ച് ഇതുവരെ ജോസ് കെ മാണിയോ പാർട്ടി നേതൃത്വ നിരയിലുള്ളവരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റാന്നി സീറ്റിൽ മത്സരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ജില്ലയിൽ പാർട്ടിയിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് കാരണം നടക്കാതെ പോയി. 40 വർഷം മുമ്പ് എറണാകുളത്ത് നിന്നും ചെറുപ്പത്തിൽ തിരുവല്ലയിലെത്തി YWCAക്ക് എതിർവശം ഒറ്റമുറി ബിൽഡിംഗിൽ എൻ.എം. ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനം നടത്തി പടിപടിയായി ഉയരുകയായിരുന്നു എൻ.എം. രാജു. സാമ്പത്തികമായി ഉയർന്നതോടെ അധികാരത്തിന്റെയും ആർഭാടത്തിന്റെയും വഴി തേടിപ്പോയി. ഒതറ സ്വദേശിനിയെ വിവാഹം ചെയ്തതോടെ തിരുവല്ലയിലെ ബന്ധങ്ങൾ ശക്തമായി. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് സഭയിലുണ്ടായിരുന്ന എൻ.എം. രാജു ഇപ്പോൾ IPC സഭാംഗമാണ്. ഭാര്യ ഒതറ സ്വദേശിനിയാണ്. നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ രാജുവിനെയും 2 ആൺമക്കളെയും മാവേലിക്കര സബ് ജയിലിലും ഭാര്യ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.